അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല. ഇവിടെ തണുപ്പാണ്, അതുകൊണ്ട് ഈ ജോസ് പ്രകാശിൻ്റെ ഗൗണൊക്കെ ഇട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ കുറേ നാളത്തേന് ജോസ് പ്രകാശിൻ്റെ ഗൗണിലായിരിക്കും. പിന്നെ ഇവിടെ ഇന്നിപ്പോൾ ഭയങ്കര മഴയാണ്. മഴയായതുകൊണ്ട് ഒരു മൂഡില്ല ഒന്നിനും. കുക്കിംഗ് ഒന്നും ഇല്ല ഇന്ന് കാര്യമായിട്ട്. പിന്നെ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നുമില്ല. കണ്ടൻറ്റ് നമ്മൾ ഉണ്ടാക്കിയുണ്ടാവും. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നോ? നല്ല മഴയാണിവിടെ. മഴയോട് മഴ. ഒരു ദിവസം വെയിലാണെങ്കിൽ 3-4 ദിവസം മഴ, അങ്ങനെയാണ്. തണുപ്പുണ്ട്, പക്ഷെ മഴ ആയതുകൊണ്ട് ഒത്തിരി അങ്ങ് തണുപ്പില്ല. എന്നാലും തണുപ്പുണ്ട്. ഞങ്ങളിന്ന് സിറ്റിയിൽ പോയായിരുന്നു. കൊച്ചിൻ്റെ വിസ റിന്യൂ വിസ പുതിയതെടുക്കണം. അവന് 3.5 മാസമല്ല. അപ്പം നമ്മളിവിടെ വിസ എടുക്കണമല്ലോ. അപ്പോൾ വിസ എടുക്കാൻ വേണ്ടി നോട്ടിംഗ്ഹാമിൽ പോയായിരുന്നു. പോയിട്ട് വന്നതേ ഉള്ളൂ. വന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല. അപ്പം പിള്ളേർക്ക് കുറച്ച് ഹുഡിയും ജാക്കറ്റൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ മഴ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളിങ്ങ് പോന്നു. കൊച്ചിനെ കൊണ്ട് പോകാൻ പാടാണല്ലോ. അപ്പം അങ്ങനെ അതാണ് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ വെറുതെ ഇരിക്കാം. എന്തെങ്കിലും സിനിമ കാണണം. പിന്നെ ഞാനാണെങ്കിലും ഇന്ന് ഓഫാണ്. പിന്നെ വൈകുന്നേരം കൊച്ചിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം. അവൻ്റെ സ്കൂളിൽ ഇന്നൊരു പരിപാടി ഉണ്ട്. അപ്പം 6:30 ആകുമ്പോൾ പോയിട്ട് പിന്നെ രാത്രി 9:30 വരെ ഉണ്ട് മൂത്തയാളുടെ. അപ്പോൾ അതിന് പോകണം. ഞാൻ പോകുന്നില്ല, ഇച്ചാൻ പോയിട്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസങ്ങൾ അങ്ങനെ പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ പോകുന്നത്. രാവിലെ ആവുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും വൈകുന്നേരം ചായ കുടിക്കുന്നു, പിന്നെ വൈകിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും നേരം വിളക്കുന്നു. ഇത് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അങ്ങനെ ഓടി പോകുന്നു. നമ്മുടെ പ്രായവും ഓടി പോകുന്നു അല്ലേ? 90s കിഡ്സൊക്കെ പെട്ടെന്ന് വയസ്സാവുന്നുണ്ടോ? 90s കിഡ്സിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലം നല്ല ഒരു ഇതായിരുന്നു. എന്നാലും നമുക്കറിയാവുന്ന ഒത്തിരി പേര് ഈ ലോകത്തു നിന്നും പോയിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു സങ്കടം. കോവിഡ് വന്നതോടെ ആകെ മൊത്തം അലങ്കോലമായി.